ഇത്രമേൽ സ്നേഹിപ്പാൻ എന്തുള്ളു ഞാൻ അപ്പനെ നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കുന്നത്യന്തം. പുത്രൻ്റെ സ്നേഹത്തെ ക്രൂശിന്മേൽ കാണുമ്പോൾ ശത്രുഭയം തീരുന്നു. എന്നെ മിത്രമാക്കിയിടുവാൻ കാണിച്ച നിൻ കൃപ എത്ര മനോഹരമേ. എന്നെ മിത്രമാക്കിയിടുവാൻ കാണിച്ച നിൻ കൃപ എത്ര മനോഹരമേ. ശത്രുവാമെന്നെ നിൻ പുത്രനാക്കിടുവാൻ പുത്രനെ തന്നല്ലോ നീ ദേവാ. ഇത്ര മഹാസ്നേഹം ഇത്തരയിലൊരു മർത്യനുമില്ല ദൃഢം. ദേവാ ഇത്ര മഹാസ്നേഹം ഇത്തരയിലൊരു മർത്യനുമില്ല ദൃഢം. നീചനരരാമിയേഴയെ സ്നേഹിച്ച് നിജലോകത്തിൽ വന്നു യേശു. നിജമരണം മാറിപ്പതിനായി നീജന്മാർക്കേൽപ്പിച്ചല്ലോ ദേവാ. നിജമരണം മാറിപ്പതിനായി തന്നെ നീജർക്കേൽപ്പിച്ചല്ലോ നീ. കൂട്ടം വേറുത്തു കുലവും വേറുത്തന്നെ കൂട്ടുകാരും വെറുത്തു. എന്നാൽ കൂട്ടായി തീർന്നെൻ്റെ സ്വർഗീയ സ്നേഹിതൻ കഷ്ടകാലത്തും വിടാ. എന്നാൽ കൂട്ടായി തീർന്നെൻ്റെ സ്വർഗീയ സ്നേഹിതൻ കഷ്ടകാലത്തും വിടാ. മാതാപിതാക്കന്മാരെന്നെ വെറുത്താലും സന്താപമില്ലെനിക്ക്. എൻ്റെ മാതാപിതാവേക്കാൾ അൻപു തിങ്ങിടുന്നു യേശുണ്ട് എനിക്ക്. എൻ്റെ മാതാപിതാവേക്കാൾ അൻപു തിങ്ങിടുന്നു യേശുണ്ട് എനിക്ക്. മുമ്പിലും പിമ്പിലും കാവലായി നിന്നു നീ മുമ്പിൽ നടക്കണമേ. നിന്റെ ഇമ്പമുള്ള രാജേ വന്നു ചേരും വരെ അമ്പോഴു കാക്കണമേ. നിന്റെ ഇമ്പരാജേ വന്നു ചേരും വരെ എന്നെ അമ്പോഴു കാക്കണമേ. ഇത്തരയിൽ എന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ എന്തുള്ളു ഞാൻ അപ്പനെ നിന്റെ. ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി
സന്തോഷിക്കുന്നത്യന്തം നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കുന്നത്യന്തം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനോഹരമായ പ്രഭാതത്തിന് എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരു നല്ല പകൽക്കാലം കൂടെ കർത്താവ് നമുക്ക് ദാനമായി നൽകിയല്ലോ. അതേ ഇത്തരയിൽ നമ്മെ ഇത്രത്തോളം സ്നേഹിപ്പാൻ ഈ ഭൂമിയിൽ കർത്താവെ നീ എന്നിൽ എന്താണ് കണ്ടത്? നിൻ്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്ത് നിൻ്റെ സന്നിധിയിൽ എന്നെ വിളിച്ച് ചേർക്കുന്നതിനെ ഓർത്ത്, നിൻ്റെ രണ്ടാം വരവിനെ ഓർത്ത് ഞാൻ എന്നും ദിനം പ്രതി സന്തോഷിക്കുന്നുണ്ട് എന്നാണ് പാട്ടുകാരൻ മനോഹരമായ വരിയിലൂടെ നമ്മെ അറിയിക്കുന്നത്. അതേ കാൽവരി ക്രൂശിൽ പുത്രൻ്റെ സ്നേഹത്തെ കാണുമ്പോൾ ശത്രുവിനെ പിന്നെ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. കാരണം എന്നെ നീ മിത്രമാക്കി തീർക്കുവാൻ ക്രൂശിൽ കാണിച്ച സ്നേഹം എത്ര മനോഹരമാണ്. അങ്ങനെ പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ മാതാപിതാക്കൾ വെടിച്ചാലും ഉപേക്ഷിച്ചാലും കുഴപ്പമില്ല, എന്നെ കൂട്ടമൊക്കെ വെറുത്താലും കുഴപ്പമില്ല, എല്ലാം പറഞ്ഞ് വളരെ ശത്രുവായ എന്നെ നീ മിത്രമാക്കിയല്ലോ, ഇങ്ങനെയെല്ലാം പറഞ്ഞതിന് ശേഷം അവസാനമായി പാട്ടുകാരൻ പറയുന്നത്, പിന്നെ ഒരു കാര്യം, ഈ ഭൂമിയിൽ ഞാൻ ആയിരിക്കുന്നിടത്തോളം കാലം മുമ്പിലും പിമ്പിലും കാവലായി നിന്ന് നീ തന്നെ എൻ്റെ മുമ്പേ നടക്കണം. എനിക്ക് തനിയെ പോകാൻ കഴിയത്തില്ല. ഇമ്പമുള്ള രാജ്യേ, നിൻ്റെ സ്വർഗീയ രാജ്യേ, ഞാൻ വന്നു ചേരും വരെ എന്നെ നീ സ്നേഹത്തോടെ കാക്കണമേ എന്ന് പാടിയാണ് ആ പാട്ടുകാരൻ ആ പാട്ട് അവസാനിപ്പിക്കുന്നത്. എത്ര മനോഹരമായ ആശയങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു, കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നു. അവൻ്റെ നല്ല മക്കളായി തീരുവാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് നൽകിയല്ലോ എന്നോർക്കുമ്പോൾ നാം എന്തെന്നില്ലാതെ കർത്താവിനെ സ്തുതിക്കണം. ഈ ലോകത്ത് സകലവും പ്രതികൂലമായാലും എല്ലാവരും കൈവിട്ട് കളഞ്ഞാലും കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നാം ഒന്നിനെയും ഭയപ്പെടേണ്ട. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ സ്നേഹം വിളിച്ചറിയിക്കുന്ന ഒരു മഹത്തായ ഗ്രന്ഥമാണ് രൂത്തിൻ്റെ പുസ്തകം. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ബോവസ് രൂത്തിനോട്, കേട്ടോ മകളെ, പെറുക്കുവാൻ വേറൊരു വയലിൽ പോകണ്ട, ഇവിടം വിടുകയും വേണ്ട, നിന്നെ ഇവിടെ വിടുകയും വേണ്ട, ഇവിടെ എൻ്റെ ബാല്യക്കാരികളോട് ചേർന്ന് കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. ബോവസ് രൂത്തിനോട് പറയുന്ന ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവിന് ഇഷ്ടമായ യേശു ക്രിസ്തുവിൻ്റെയും അവൻ്റെ സഭയും മണവാട്ടിയും മനോഹരമായി ചിത്രീകരിക്കുന്ന ഒരു മനോഹരമായ പഴയ നിയമ ഗ്രന്ഥമാണല്ലോ രൂത്ത്. ഒരിക്കൽ പോലും ദൈവത്തിൽ പ്രവേശനമില്ലാത്ത സ്ഥാനത്ത് പ്രവേശനം ലഭിച്ചവളായിരുന്നു രൂത്ത്. മോവാബ്യരും അമോന്യരും ദൈവസന്നിധിയിൽ പ്രവേശനമില്ല ഒരിക്കലും. അങ്ങനെയുള്ള സ്ഥാനത്താണ് രൂത്ത്. ആ വർഗത്തിൽപ്പെട്ടവൾ, ആ വിഭാഗത്തിൽപ്പെട്ടവളായിട്ട് പോലും ദൈവം അവൾക്കൊരു ചാൻസ് കൊടുത്തു. ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാത്ത നമ്മെ കർത്താവ് സ്നേഹിപ്പാൻ കാരണം മറ്റൊന്നുമല്ല, കൃപയാണ്. ദൈവത്തിന് സ്തോത്രം. നല്ലവനായ ബോവസിൻ്റെ വയൽ കതിർ പെറുക്കുവാൻ ദാരിദ്ര്യത്തിൻ്റെയും അരാജകത്തിൻ്റെയും പടവുകൾ താണ്ടി കടന്നു വന്ന രൂത്തിനെ കാണുവാൻ
ബോവസിന് അവസരമുണ്ടായതാണ് ഈ സംഭവത്തിലെ ഏറ്റവും കാതലായ ഭാഗം. തൻ്റെ വയലിൽ വേല ചെയ്യുന്ന വേലക്കാരുടെയും ആളുകളുടെയും നടുവിൽ അന്യജാതിക്കാരത്തെയും അപരിചിതയുമായ രൂത്ത് കടന്നു വന്നത് ബോവസ് പ്രത്യേകം ശ്രദ്ധിച്ചു. ഇവിടെയും ദൈവകൃപയുടെ അതിവ്യാപനത്തെയാണ് നാം കാണുന്നത്. അതായത് രൂത്തിനെ സ്നേഹവാനായ ദൈവം ബോവസിൻ്റെ വയലിലേക്ക് ആകർഷിച്ചു. രൂത്ത് ആ വയലിലായിരിക്കെ അവളെ സന്ദർശിക്കുവാൻ ദൈവം ബോവസിനെ നിയോഗിച്ചയക്കുന്നു. ദൈവത്തിന് സ്വന്തം വിധവയും അന്യയുമായ പെൺകുട്ടിയും നല്ലവനായ ബോവസുമായി ഒരു ബന്ധത്തിലാകുവാനുള്ള ദൈവകൃപ കാരണമായി എത്ര മനോഹരമായിരിക്കുന്നു. രൂത്തിനെ ബോവസുമായുള്ള ബന്ധത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ദൈവകൃപയുടെ വിവിധ വശങ്ങൾ നാം അറിയേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒന്നാമതായിട്ട് ബോവസ് തന്നെയാണ് ഈ കൃപയുടെ നീർച്ചാൽ വെട്ടി തുറക്കുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം നാം വായിച്ചു. അവളുടെ വീട്ടിൽ എന്തെല്ലാം അവൾക്ക് നഷ്ടമായിരുന്നു, അതെല്ലാം അവൾക്ക് മടക്കി കിട്ടിയ പ്രതിക്രിയയെ ഉണർത്തുന്ന അനുഭവമായിരുന്നു ആശ്വാസത്തിൻ്റെയും ആശയുടെയുമായ അവൻ്റെ വാക്കുകളിലൂടെ പ്രതിബിംബിക്കുന്നത്. നമ്മിലുണ്ടായിരുന്ന എന്തെങ്കിലും യോഗ്യതകൾ കൊണ്ടല്ല നാം കർത്താവിനെ കണ്ടുമുട്ടുന്നത്. നമ്മിലുണ്ടായിരുന്ന എന്തെങ്കിലും യോഗ്യതകൾ കൊണ്ടല്ല നാം രക്ഷിക്കപ്പെട്ടത്. പ്രത്യുത അവിടുന്ന് നമ്മെ ആദ്യം സ്നേഹിച്ചു. യോഹന്നാൻ 4:17. പാപികളും ദോഷികളുമായ ബലഹീനരായ നമ്മെ ദൈവത്തിൻ്റെ ശത്രുക്കളും അതിക്രമങ്ങളിൽ മരിച്ചവരുമായിരുന്ന നമ്മെ സ്നേഹവാനായ ദൈവം നമ്മെ കണ്ടെത്തി സ്നേഹിച്ചു. അവൻ നമ്മെ ക്രൂശിങ്കൽ കണ്ടെത്തി. നിത്യതയിൽ ദൈവം ആസൂത്രണം ചെയ്ത കർമ്മ പരിപാടിയാണ് മാനവരാശിക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ രക്ഷയുടെ പദ്ധതി. അതെ, ബോവസ് രൂത്തിനെ സ്നേഹിച്ചതുകൊണ്ട് തൻ്റെ കൃപയാൽ അവൻ അവളെ കണ്ടെത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തിന് സ്തോത്രം. 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം ബോവസ് അവളോട് ഹൃദ്യമായി സംസാരിക്കുന്നതായി നാം കാണുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ പുരുഷനും അവളൊരു അപരിചിതയുമായിരിക്കെ അവൻ ഒരു പുരുഷനും അവൾ ഒരപരിചിതയായ സ്ത്രീയുമായിരിക്കെ അവനോട് ആദ്യം സംസാരിക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. ബോവസിനെ പോലെ മഹാനും ധനവാനുമായ ഒരുവനോട് കയറി സംസാരിക്കുവാനുള്ള സാധ്യത വിധവയും നിരാലംബയും ദരിദ്രയുമായ രൂത്തിൻ്റെ ഭാഗത്തും നാം ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതില്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ അവൻ അവളോട് സഹതാപമായി സംസാരിക്കുവാൻ തയ്യാറാകുകയാണ്. ദൈവത്തിന് സ്തോത്രം. തൻ്റെ വയലിൽ നിൽക്കുന്ന അന്യജാതിക്കാരിയായ രൂത്തിനോട് വ്യക്തിപരമായി സംസാരിക്കുവാൻ ബോവസ് തയ്യാറായി. ദൈവത്തിന് സ്തോത്രം. സർവശക്തനായ ദൈവം പാപിയോട് വ്യക്തിപരമായി സംസാരിക്കുന്ന രംഗം ഒന്ന് ചിന്തിച്ച് നോക്കുക. ദൈവത്തിന് സ്തോത്രം. യേശു ഭൂമിയിലായിരുന്ന സന്ദർഭങ്ങളിൽ അനേകരോട് വ്യക്തിപരമായി, എല്ലാവരാലും തള്ളപ്പെട്ടവരോട് പോലും യേശു വ്യക്തിപരമായി സംസാരിച്ചു. നമുക്കറിയാം, ശമരിയ സ്ത്രീ, അവള് എല്ലാവരാലും വെറുക്കപ്പെട്ടവളാണ്. എന്നാലും യേശു അവളോട് ചോദിച്ചു, എനിക്കല്പം കുടിപ്പാൻ തരുമോ? ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും സംസാരിപ്പാൻ യോഗ്യതയല്ലായിരുന്നു അവൾക്ക്. എങ്കിലും കർത്താവ് അവളെ രക്ഷിക്കുവാൻ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം.
സർവശക്തനായ ദൈവം പാപിയോട് വ്യക്തിപരമായി സംസാരിക്കുന്നു. ലോകം ദൈവപുത്രനോട് ചെയ്ത സകല അനീതിയും അതിക്രമവും വകവെക്കാതെ ദൈവം ഇന്നും തൻ്റെ കൃപയിലും കരുണയിലും മനുഷ്യരോട് ഏർപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇന്നും ക്രൂശിൻ്റെ ശത്രുക്കളായി അനേകർ വിഗ്രഹാരാധികളായി, ദൈവമില്ലാത്തവരായി, ദൈവത്തെ നിന്ദിക്കുന്നവരായി, ദൈവത്തോട് മറുതലിക്കുന്നവരായി നടക്കുന്ന മനുഷ്യരെ യേശു വീണ്ടും സ്നേഹിക്കുന്നു. അവനെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം തൻ്റെ പദ്ധതികൾ തയ്യാറാക്കുന്നു. ക്രൂശിന് അന്യപ്പെട്ടു പോയ മനുഷ്യനെ ചില വിഷയങ്ങളിലൂടെ, ചില സാഹചര്യങ്ങളിലൂടെ യേശുവിനെക്കുറിച്ച് കേൾക്കുവാനുള്ള അവസരം ദൈവം അവന് നൽകുന്നു. സ്നേഹിത, നീ ക്രൂശിനെ കണ്ടിട്ടില്ലെങ്കിൽ, നീ കാൽവരി ക്രൂശിലേക്ക് നോക്കിയിട്ടില്ലെങ്കിൽ, അവിചാരിതമായി കർത്താവ് നിനക്ക് നൽകുന്ന ഒരവസരമാണോ ഇത്? നീ ക്രൂശിലേക്ക് നോക്കുമോ? ദൈവത്തിന് സ്തോത്രം. ലോകം ദൈവത്തോട് ചെയ്ത സകല അനീതിയും അക്രമവും വകവെക്കാതെ വീണ്ടും വീണ്ടും ദൈവസ്നേഹത്തോടെ കരുണയോടെ മനുഷ്യനോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അവിടുന്ന് രക്ഷാദൂത് നമ്മെ അറിയിച്ചു എന്ന് മാത്രമല്ല, അനുദിന ജീവിതത്തിന് ആവശ്യമായ എല്ലാ ആലോചനകളും നടത്തിപ്പും തന്നുകൊണ്ട് നമ്മെ നടത്തുന്നതിലും അവിടുന്ന് കൃപയുള്ളവനാണ്, കരുണയുള്ളവനാണ്, അവിടുന്ന് ഉത്സാഹിയാണ്. ദൈവത്തിലെ നിന്നെ വീണ്ടെടുത്തു, നിന്നെ രക്ഷയിലേക്ക് കൊണ്ടുവന്നു. അതുമാത്രമല്ല, അവൻ ചെയ്യുന്നത് നിത്യതയോളം കൂട്ടാളിയായിട്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവം മാത്രമേ ഉള്ളൂ, കർത്താവ് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതെ, ബോവസ് വയലിൽ വെച്ച് അവളോട് ഹൃദ്യമായി സംസാരിക്കുവാൻ താല്പര്യം കാട്ടിയതുപോലെ മാനവരാശിയോട് ഹൃദ്യമായി സംസാരിക്കുവാൻ സ്വർഗമഹിമകളിൽ നിന്ന് താണ ലോകത്തിലേക്ക് വന്നു. ഒരിക്കലും സാധ്യതയില്ല. ഒരുപാട് പേര് പണി ചെയ്യുന്ന വയലിൽ ഈ പുറജാതിക്കാരിയായ, ഈ വിധവയായ, ആരുമില്ലാത്ത ഇവളെ തേടി വന്ന് സംസാരിക്കേണ്ട കാര്യമൊന്നും ബോവസിനില്ല. ഒരിക്കലും ഊഹിക്കാൻ പോലും കഴിയില്ല. അതുപോലെ തന്നെയല്ലേ സ്വർഗമഹിമകളെ വിട്ട് ഈ താണലോകത്തിലേക്ക് ശാപഗ്രസ്തരായ മനുഷ്യരെ തേടി ഭൂമിയിലേക്ക് വന്ന കർത്താവ് വന്നെന്ന് മാത്രമല്ല, അവരിലൊരാളായി ജീവിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചു, മരിച്ചവരെ ഉയർപ്പിച്ചു, താൻ ദൈവപുത്രനാണെന്ന് തെളിയിച്ചു കൊടുത്തു. അവരിലൊരാളായി ജീവിച്ചു. അവരിൽ നിന്ന് തന്നെ പാപികളിൽ നിന്ന് തന്നെ പിടിക്കപ്പെട്ടു, ഉപദ്രവിക്കപ്പെട്ടു, ക്രൂശിങ്കിൽ ആണിയടിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, അരികിലേക്ക് വിളിക്കുന്നു. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് മരണത്തെ ജയിച്ചവൻ ഉറപ്പ് നൽകി. മരണം കൊണ്ട് അവസാനിക്കുന്ന ജീവിതത്തിൽ, മരണം കൊണ്ട് അവസാനിക്കുന്ന മനുഷ്യരെ മരണത്തിനപ്പുറത്തായിട്ടൊരു ജീവിതമുണ്ടെന്ന് കാണിച്ചു തന്നു. ഉയർത്തെഴുന്നേറ്റ് 40-ൽ പരം ദിവസം ജീവിച്ച് 500-ൽ പരം പേർക്ക് പ്രത്യക്ഷപ്പെട്ട് ഇനി ഞാൻ നിങ്ങളെ ചേർക്കുവാൻ വരുമെന്ന് വാഗ്ദത്തം നൽകി. ആർക്ക്? തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. തനിക്കായി കാത്തു നിൽക്കണം കേട്ടോ, അവനിലേക്ക് വരണം. അതാണ് ദൈവപൈതലിനെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു ചാൻസ് ഇല്ലായിരുന്നു. ഇവിടെ ബോവസും അത് തന്നെ. രൂത്തിനെ കണ്ടുപിടിക്കുവാനും അവളോട് സംസാരിക്കുവാനും ഉണ്ടായത് ഔദാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ
കർത്താവ് നമ്മെ സ്നേഹിച്ചു. അതിൻ്റെ ഒരു നിഴലായി ബോവസ് രൂത്തിനെ കണ്ടുമുട്ടുന്നു. ദൈവത്തിന് സ്തോത്രം. അവളുടെ ഭർത്താവായി ബോവസ് മാറുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവവും നമ്മുടെ അനീതികളൊന്നും വകവെക്കാതെ നമ്മെ കൃപയിലേക്ക് ചേർത്തു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴെന്ത് ചെയ്യുന്നു? ഇപ്പോൾ അനുദിന ജീവിതത്തിന് ആവശ്യമായ എല്ലാ ആലോചനകളും നടത്തിപ്പും തന്നുകൊണ്ട് നമ്മെ നടത്തുന്നു. എത്ര വലിയ പദവിയാണ് ക്രിസ്തീയ ജീവിതം! എന്നുവരെ ഇങ്ങനെ നടത്തും. അതേ, ഒന്നുകിൽ മരണത്തോളം, അതല്ലെങ്കിൽ അവൻ്റെ വരവുവരെയും നമ്മോട് കൂടെ നടക്കും. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന നൽകും. ജീവനും ഭക്തിക്ക് വേണ്ടതൊക്കെയും കർത്താവ് നൽകിത്തരും, കൂടെ വരും. ദൈവത്തിന് സ്തോത്രം. ഇത്ര നല്ല സ്നേഹിതൻ വേറെ ആരുണ്ട്? ദൈവത്തിന് സ്തോത്രം. നിത്യതയോളവും സത്യകൂട്ടാളിയായി ക്രിസ്ത്യനല്ലാതെയും ഈ ഭൂമിയിൽ മൃത്യുവിനായി മാറുമെത്ര മിത്രമായാലും മർത്യരല്ല. മാറാത്ത സ്നേഹിതൻ മാനുവേൽ തൻ തിരു മാറിടം ചാരിടും ഞാൻ ദിനവും. പാരിടമാകവേ മാറിടും നേരവും ചാരിടാൻ തൻ തിരു മാറിടമാം. പരിശുദ്ധ പിതാവേ, നീ ഞങ്ങളെ തേടി വന്നല്ലോ. ഞങ്ങൾക്ക് നിന്നെ ഒരിക്കലും തേടി വരുവാൻ കഴിയില്ല. ഞങ്ങൾ പാപികളും ദോഷികളുമായിരിക്കെ അവിടുന്ന് ഞങ്ങളെ തേടി വന്നു. ധനവാനായ ബോവസിൻ്റെ വയലിൽ രൂത്ത് കാല പറക്കാൻ ചെന്നപ്പോൾ അനേക ജോലിക്കാരുടെ ഇടയിൽ വിധവയായ ഹതഭാഗ്യയായ ഒന്നുമില്ലാത്ത ദരിദ്രയായ രൂത്തിനെ തേടി ബോവസ് ചെന്നതുപോലെ നീ ഞങ്ങളെ തേടി വന്നു. പാപികളും ദോഷികളുമായിരുന്നു ഞങ്ങളെ നീ വിടുവിച്ചെന്ന് മാത്രമല്ല, നിത്യതയോളം കൂട്ടിരിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തു. ഞങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോയി. വന്ന് ഞങ്ങളെ ചേർക്കുന്നിടം വരെയും കൂട്ടിനുണ്ടല്ലോ അവിടുത്തെ സാന്നിധ്യം. അതിനിടയ്ക്ക് വെച്ച് ജീവനും ഭക്തിക്ക് വേണ്ടതൊക്കെ നൽകി നാളുതോറും ഞങ്ങളെ പോഷിപ്പിച്ച് നടത്തും. അവിടുത്തെ വാഗ്ദത്തത്തിനായി സ്തോത്രം. നിൻ്റെ കുഞ്ഞുങ്ങൾ കർത്താവെ തലവണക്കിയിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണം. വിവിധ പ്രയാസങ്ങളിൽ ഭാരത്തിലായിരിക്കുന്നു. അവിടുന്ന് വിടുവിച്ച് ശക്തിപ്പെടുത്തി നിലനിർത്തണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിൻ്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മക്കൾ മനസ്സിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങൾക്കും ഇന്നു മുതൽ അവിടുന്ന് വിടുതൽ നൽകുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തുതിക്കുന്നു കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.